കണ്ണൂർ വിളക്കോട്ടൂരിൽ CPIM പ്രവർത്തകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കലിങ്ങന്റെ വിട ജ്യോതിരാജിനെയാണ് വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജ്യോതിരാജിന് 2009 RSS ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിഖിൽ അളവൂർ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, പോലീസ് കേസെടുത്തിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട്? 2009 RSS പ്രവർത്തകരുടെ അക്രമത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്ന് വാക്കിംഗ് സ്റ്റിക്കിന്റെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയായിരുന്നു ജ്യോതിരാജ് പിന്നീട് കഴിഞ്ഞു വന്നിരുന്നത്. ഇതിനിടയിൽ ഉണ്ടായിരുന്ന ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട മാനസിക പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ പറയുന്നത്. ഏതായാലും ഇന്ന് പുലർച്ചെ 1 മണിവരെ ഇദ്ദേഹം ഉറങ്ങാതെ ഇരിക്കുന്നത് കണ്ട് സഹോദരൻ ഉൾപ്പെടെ ഇദ്ദേഹത്തോട് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം മറ്റുള്ളവരെല്ലാം ഉറങ്ങാൻ പോയി. ഇന്ന് രാവിലെയോടുകൂടിയാണ് കിണറ്റിൽ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ കാണാത്തതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയപ്പോഴാണ് ജ്യോതിരാജിനെ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് മറ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശരി, നിഖിൽ അളവൂറാണ് വിവരങ്ങൾ പങ്കുവച്ചത് കണ്ണൂരിൽ നിന്ന്.